ജീവ കണ്ടോ എന്റെ കൂട്ടുകാരൻ ജീവേ ഇന്ന് ഇപ്പോൾ ഇവിടെ കോളേജിലെ 3000 കുട്ടികൾ അവന് വേണ്ടി കാത്തു നിൽക്കുന്നു. ജീവ 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 ഇന്നപ്പ കൗണ്ടറിന്റെ കാള വരണ്ടേ. ഓടിക്കോ. അയ്യോ ഇപ്പൊ എന്നെ കാള കുത്താൻ വരുന്നേ. ഒരു വഴിയേ ഉള്ളൂ. എന്റെ കൂട്ടുകാരൻ ഉറക്കെ വിളിക്ക്. വന്നു നിന്റെ രക്ഷകൻ ജീവ. ഒരു കാളയുടെ പരാക്രമം കുട്ടികളോടാണോ? നിനക്കുള്ളത് ഞാൻ ഇപ്പോൾ തരാം. മോൻ ഇവിടെ നടന്നുവെന്നും നാട്ടിൽ പറഞ്ഞു നടക്കണ്ട. പബ്ലിസിറ്റി ജീവയ്ക്ക് ഇഷ്ടമല്ല. ഓക്കെ, സൂക്ഷിച്ചു പൊയ്ക്കോളൂ. പോകാം ജീവ, നമുക്ക് കോളേജിൽ ഇപ്പോ. ഇല്ലടാ, ഞാൻ എങ്ങോട്ടുമില്ല. ഈ കോളേജിലേക്ക് വരാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. കാരണമുണ്ട്. ഞാൻ കണ്ടടാ. ആരെ? ഞാൻ കണ്ടടാ അവളെ. ഈ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം. അവിടെ കണ്ണിലെ തിരയിളക്കം ഞാൻ കണ്ടടാ. വിരയിളക്കത്തിന് മരുന്ന് കൊടുത്താണ്. തിരയിളക്കമല്ലടാ മണ്ട, അവളുടെ കണ്ണിലെ തിരയിളക്കം ഞാൻ കണ്ടടാ. അത്ഭുതം! കോളേജിലെ 3000 കുട്ടികളിൽ 2999 പെൺകുട്ടികൾ ഇഷ്ടം പറഞ്ഞിട്ടും ജീവ ഇഷ്ടം തിരിച്ചു പറഞ്ഞില്ല. അപ്പോൾ അവൾ സുന്ദരിയായിരിക്കും അല്ലേ? സുന്ദരിയാണോന്നോ? അവളുടെ കണ്ണുകൾ കലമാനന്റെ മിഴികളാണടാ. അയ്യോ ജീവ, ഭൂമി കുലുങ്ങുന്നു. ജീവ, ഭൂമി കുലുങ്ങുന്നു. നിർത്ത്. എന്താണിത്? എന്താണ് ജീവ ഇത്? നിർത്ത്. ഭൂമി കുലുങ്ങുന്നു ജീവ, നിർത്താൻ. നിർത്തു ഈ പ്രതിഭാസം. എടാ, ഇത് ഭൂമി കുലുങ്ങിയതല്ല. ഭൂമി കുലുങ്ങിയതല്ല. ആ എന്റെ പെണ്ണിനെ കുറിച്ച് ഓർത്ത മാത്രയിൽ തന്നെ എന്റെ ഹൃദയം തുടിക്കുന്നതാണ്. നിർത്തു. അപ്പോൾ അവൾ സുന്ദരിയായിരിക്കും അല്ലേ ജീവ? വെറും സുന്ദരിയല്ല, അപ്സരസ്. അടിക്കുന്നടാ എന്റെ മൂക്കിൽ അവളുടെ ഗന്ധം. ദാ കാണ് എന്റെ ആ മാൻ പേടയെ. അയ്യോ എന്തൊരു ചൂട് ഇപ്പോൾ ഇവിടെ. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ ചൂട്. കണ്ടോ ജീവ, അവൾക്ക് ചൂടെടുക്കുന്നെന്നാ. എന്റെ പെണ്ണിന് ചൂടെടുക്കുന്നു. നീ കണ്ടോ എന്റെ സൂത്രപ്പണി? അയ്യോ എന്തൊരു തണുപ്പായി ഇപ്പോൾ ഇവിടെ. ഇത് എനിക്ക് ഇഷ്ടമായി. നിർത്തു ജീവ ഈ പ്രതിഭാസം. ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകരും. സ്കൂളിൽ പോയ കുട്ടികൾ ഇരുട്ടായെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി കൂട്ടിയിടിക്കും. മിന്നാമിനുങ്ങൾക്ക് കൺഫ്യൂഷൻ അടിച്ച് മിന്നി തളരും. നാട്ടിലെ കറണ്ട് ബില്ല് കൂടും. നിർത്തു ജീവ ഈ പ്രതിഭാസം, ദയവായി നിർത്തു. ഇല്ല, എന്റെ പെണ്ണിനെ ശല്യപ്പെടുത്തുന്ന ഒരു പ്രതിഭാസത്തിനും ഞാൻ തടസ്സമായി നിൽക്കില്ല. നിർത്തു പ്ലീസ് ജീവ, പ്ലീസ്.
നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവള് മനസ്സിലാക്കിയില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ അവൾ അത് അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. വരൂ, നമുക്ക് മീൻ വാങ്ങാൻ പോകാം. ചേട്ടാ, 5 കിലോ മീൻ എനിക്ക് ഇപ്പോൾ വേണം. ഇല്ല, മീൻ തീർന്നു രാവിലെ വെളുപ്പിന്. അയ്യോ, അപ്പോൾ എനിക്ക് മീൻ ഇല്ലയോ? ജീവ, അവക്ക് വീട്ടിൽ കറി വെക്കാൻ മീന് ഇല്ല അത്രേ. ഞാൻ കേട്ടടാ, ഞാൻ കേട്ടു. അവൾ ഉണക്കമീൻ കരുവാട് മേടിച്ച് വീട്ടിൽ കറി വെച്ചാൽ അതിന്റെ മണം നാട് മുഴുക്കി അറിഞ്ഞ് അവളെ കുടുംബത്തെ ഒറ്റപ്പെടുത്തും. ജീവ, രക്ഷിക്ക. എന്റെ പെണ്ണ് നാണം കെടാൻ പാടില്ല. എങ്ങനെ? പ്രിയപ്പെട്ട കൂട്ടുകാരാ, പണ്ട് നിനക്ക് ബൈക്ക് ആക്സിഡന്റ് നിന്റെ ഏത് കൈക്കാണ് കമ്പിയിട്ടത്? ഇതിനാ. എന്നോട് ക്ഷമിക്കൂ. കയറെടുക്ക്. ഇന്നാ ജീവ കയറ് ഇപ്പോൾ ഇവിടെ. പോകൂ അറബിക്കടലിലേക്ക്. എന്റെ പ്രണയിനിയുടെ മാനം കാക്കാൻ കൊണ്ടുവരൂ 10 കിലോ മീൻ. അഞ്ച് കിലോ മീൻ ആഗ്രഹിച്ചു വന്ന നിനക്ക് ഇതാ 10 കിലോ മീൻ. 5 കിലോ ചോദിച്ചാ എനിക്ക് 10 കിലോ തന്ന നീ ആരാണ്? പറയൂ ജീവ, നിന്റെ ഇഷ്ടം ഇന്ന് ഇപ്പോൾ ഇവിടെ. ഇല്ല രാമു, ഞാൻ അത് പറയില്ല. എന്താ പറയാത്തത്? ഞാൻ എന്റെ ഇഷ്ടം അവളോട് പറഞ്ഞാൽ അവൾ അത് നിരസിച്ചാൽ ഈ ലോകം തന്നെ അവസാനിക്കും. എന്നാൽ ഞാൻ നിന്റെ ഇഷ്ടം ഇന്ന് അവളോട് പറയും ഇപ്പോൾ ഇവിടെ. രാമു, അത് വേണ്ട വേണ്ട വേണ്ട. പറയുന്നു. കുട്ടി, കോളേജിലെ 3000 കുട്ടികളിൽ 2999 പെൺകുട്ടികളോട് ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ജീവയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. പറയൂ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? അത് വേണ്ട. ഞാൻ പറഞ്ഞാ വേണ്ടാന്ന്. അവൻ തുള്ളിച്ചാടി വന്ന് പറഞ്ഞത് എന്റെ കുഴപ്പമല്ല. നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇപ്പോ ഇഷ്ടമായി. ജീവ, അവൾക്ക് നിന്നെ ഇഷ്ടമായെന്ന് ഒരു പാട്ടിന്റെ ചാൻസ് ഉണ്ട്. ചാമ്പിക്കോ. ഉപ്പിലിട്ട മാങ്ങ പോലെ മോന്തയുള്ള സുന്ദരി, ബിപി കൂടി ഇന്നെനിക്ക് ഹാർട്ടടിച്ചു പോകുമോ? കള്ള ജീവ, ആ ആ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കണോ? എന്നാ പിടിച്ചോടാ. ഉപ്പിലിട്ട മാങ്ങ പോലെ മോന്തയുള്ള സുന്ദരി, ബിപി കൂടി ഇന്നെനിക്ക് ഹാർട്ടടിച്ചു പോകുമോ? കാറ്റ് പോലെ ഹൈഡ്രജൻ ബലൂണ് പോലെയാണു നീ, പട്ടത്തിന്റെ നൂലുമായി വന്നിടട്ടെ ഞാൻ. മാങ്ങ പോലെ മാങ്ങ പോലെ സുന്ദരി, പോടാ, ഡൂഡാ. നീ
പൊടി ഡിങ്കി. അയ്യോ, നമ്മൾ തമ്മിൽ ഡാൻസ് കളിച്ച കാര്യം എന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അറിഞ്ഞു. അച്ഛൻ വരുന്നു ഗുണ്ടകളുമായി. നിന്റെ അച്ഛന്റെ ഗുണ്ടകൾ വരുമ്പോൾ നോക്കി നിൽക്കാൻ എന്റെ കാലെന്താ ഉപ്പുമാങ്ങ ഭരണിയിൽ ഇട്ട് വെച്ചേക്കുവാണോ? എന്റെ കാലിന്റെ പവർ എന്താണെന്ന് കാണ്. നിർത്തൂ ജീവ ഈ പ്രതിഭാസം. നിർത്തൂ ജീവ ഈ പ്രതിഭാസം. നിർത്തൂ. എന്റെ അച്ഛൻ ദാ വരുന്നു. ആരാ ജീവ? ഞാൻ. ഞാനല്ലാന്ന് പറയാൻ വന്നതാ. പിന്നെ ആരാടാ ഒറിജിനൽ ജീവ? ഞാൻ ജീവ. ഞാൻ പറ. ഈ ബേസ് കുറച്ച് സംസാരിക്കാം, അപ്പൊ ക്ലിയർ ആകും. ഇവളുടെ അച്ഛൻ അത് പറഞ്ഞാ പോരെ? മലേഷ്യൻ ചോദിക്കാൻ വന്നതാണ്. മലേഷ്യന്ന് വന്ന നിനക്ക് എന്റെ മകൾ മാറ്റി എന്താടാ ബന്ധം? 315. എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര കോമഡിയാണോ? അയാൾ കാരണം ചുമ്മാ ഇരിക്കുന്നു. അല്ല, ആയിരിക്കും, അതുകൊണ്ടാ. എന്റെ മകളുടെ പുറകെ നടന്ന 314 പേരെ ഞാൻ കൊന്നു. നീ 315. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നെ നിങ്ങൾ കൊല്ലും എന്നാണോ? എന്തിനാടാ ഡയലോഗ്? കാണിച്ചു തരാമടാ, വരില്ലടാ. ഓ ജീവ, നോക്ക് ജീവ. അയ്യോ, നോ നോ. ഒരു കാര്യം പറയട്ടെ. എടാ, 20 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട സ്റ്റണ്ട് 5 മിനിറ്റ് തീർക്കാനാണോ നിങ്ങളുടെ ഭാവം? ടിക്കറ്റ് എടുത്തവർക്ക് ബോറടിക്കില്ലേ? അവർക്ക് നഷ്ടം വരില്ലേ? പോയി ഓരോരുത്തരായിട്ട് പോയി വരി നീക്കി. വരി തെറ്റിക്കല്ലേ. ഇങ്ങ് വാ. നീ ബാക്കി പോ. ജീവ ജീവ ജീവ. ഓ. ചെല്ലടാ, ചെല്ല്. കോപ്പട്ടി കൊണ്ട് കളയിലെ കമ്പ് മേടിച്ചോ. അവിടെ വാ. എന്നല്ലേ പെട്ടെന്ന് അല്ലടാ. പറയണ പാടാ പെട്ടെന്ന്. ഇതെന്നെ അയ്യോ വലിച്ച്. അയ്യോ അയ്യോ. എന്റെ മകൾ ജീവ. നിങ്ങളുടെ മകൾ എങ്ങനെയാണ് ജീവയാകുന്നത്? ജീവ ഞാനാണ്. അതാണ് പറഞ്ഞു വന്നത്. എന്റെ മകൾ ജീവ എന്റെ കൈകൾ കൊണ്ട് ഞാൻ അടിച്ചു കൊന്നു. ജീവ, എന്റെ മകൾ പോയടാ. എന്റെ മകളുടെ ഇഷ്ടം സത്യമായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കെട്ടിച്ച് തരുമായിരുന്ന ജീവ, കെട്ടിച്ച് തരുമായിരുന്നു. എന്റെ മകൾ ജീവൻ എന്റെ കൈകൾ ഉണ്ട്. നിങ്ങളുടെ മകളുടെ സ്നേഹം സത്യമായിരുന്നു.
എന്റെ മകൾ മരിച്ചു പോയടാ. ഞാൻ നിങ്ങളുടെ മകളെ തിരിച്ചു കൊണ്ടുവരും. എങ്ങനെ എങ്ങനെ കൊണ്ടുവരണം? എങ്ങനെ കൊണ്ടുവരാം? സംഭവം നടക്കുന്നത് 11:10 ഇപ്പോൾ സമയം അവന്റെ ഓവർ ആക്ടിവിറ്റിയുടെ ചേർത്ത് 11:30. ഞാൻ സമയം പുറകോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. റിവേഴ്സിംഗ് ദ സീൻ. Recreating the scene. ജീവ, നീ വെറും ജീവയല്ല, പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ ജീവയാണ്. സുവരാ